പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ ഒരു ഐസ്ക്രീം കഴിക്കണമെന്നുണ്ടെങ്കിൽ വളരെ ചുരുക്കം ഓപ്ഷൻസേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ബോൾ ഐസ്ക്രീം കാണും, പിന്നെ കപ്പ് ഐസ്ക്രീം, പിന്നെ ഒരു കോൺ ഐസ്ക്രീം. ഇത് തന്നെ കൂടുതലും വാനില എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ കാണത്തുള്ളൂ. വളരെ ചുരുക്കമാണ് ഈ ചോക്ലേറ്റും ബട്ടർ സ്കോച്ചും ഉണ്ടാവുക. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ വീട്ടിൽ ഈ മണി അടിച്ചിട്ട് വന്ന ചേട്ടന്മാർ വരുമല്ലോ, ഐസ്ക്രീമിൻ്റെ ഐസ്ക്രീം, സ്റ്റിക്ക് ഐസ്ക്രീം ഒക്കെ കൊണ്ടുവരണം. അതായിരുന്നു വേറൊരു ഓപ്ഷൻ. പക്ഷേ ഇന്ന് സിറ്റുവേഷൻ അങ്ങനെയല്ല. ഇത് നമ്മളിന്നുള്ള പോൾസ് ക്രീമറി പോലെയുള്ള ഐസ്ക്രീമിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഔട്ട്ലെറ്റ്സ് ഉണ്ട്. ഇത് നന്തൻകോടുള്ള പോൾസ് ക്രീമറി. ഇവിടുത്തെ നെഗറ്റീവ് വെച്ച് ആദ്യം തുടങ്ങാം. ഇവിടെ വന്നാൽ തന്നെ ഉള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റിയാണ്. ഇതിൽ നിന്ന് ഏതെടുക്കണമെന്നുള്ള ആകെ കൂടെ കൺഫ്യൂഷനാണ്. ഇതിലുള്ള പല സാധനങ്ങളുടെ പേരും കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാവത്തോലുമില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ പോസിറ്റീവ് വശം പറയാം, ഇവിടുത്തെ ഏതെടുത്താലും നല്ല ക്വാളിറ്റിയും നല്ല ടേസ്റ്റുമാണ്. നമ്മളിവിടെ വന്നിട്ട് ഇതിൽ കാണാൻ കൊള്ളാവുന്ന നല്ല അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു 2-3 വെറൈറ്റി സാധനങ്ങൾ ഓർഡർ ചെയ്തു. ഇത് Cloud9. നമ്മൾ അവരോട് ചോദിച്ചു അവരുടെ ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ടുള്ള സാധനം ഏതാണ്. അങ്ങനെ അവർ തന്നെ സജസ്റ്റ് ചെയ്തതാണ് ഈ Cloud9 സംഭവം. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ Cloud9-ലാവും എന്ന് തന്നെ പറയാം. നിങ്ങൾ പോൾസ് ക്രീമറി വരികയാണെങ്കിൽ ഈ ഒരു ഐറ്റം ഒരിക്കലും മിസ് ചെയ്യരുത്. നമ്മളെല്ലാവർക്കും വളരെയധികം നമ്മൾ വാങ്ങിച്ച സാധനങ്ങളിൽ എല്ലാത്തിലും വെച്ച് തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമായിരുന്നു ഇത്. ഇനി ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം പെട്ടെന്ന് തീർന്നു എന്നുള്ളതാണ്. നമുക്ക് ആർക്കും തികഞ്ഞില്ല. ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറവെന്നല്ല ഉദ്ദേശിച്ചത്, പക്ഷേ നമ്മുടെ ആൾക്കാരുടെ എണ്ണവും കൂടുതലായിരുന്നു, അവരുടെ ആർത്തിയും കൂടുതലായിരുന്നു. നിങ്ങൾ പോൾസ് ക്രീമറി വരികയാണെങ്കിൽ ഈ ഒരു ഐറ്റം ഒരിക്കലും മിസ് ചെയ്യരുത്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കടിച്ചപ്പെട്ടാത്ത കുറേ സാധനങ്ങൾ വാങ്ങിച്ചു. അതിൻ്റെ പേരെന്തൊക്കെയെന്ന് ഇപ്പോൾ പറയാം. എക്സ്ട്രാ ഡാർക്ക് ഐസ്ക്രീം, ഡാർക്ക് ചോക്ലേറ്റ് ചീസ് കേക്ക്, ഹോട്ട് ചോക്ലേറ്റ് ഡ്രിങ്ക്, ചോക്ലേറ്റ് ഫഡ്ജ് ബ്രൗണി, ഫ്രഞ്ച് വാനില ഐസ്ക്രീം, ചോക്കോ ആൽമണ്ട് മഡ് കേക്ക്. ഈ സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. എല്ലാത്തിനും അത്യാവശ്യം നല്ല ക്വാളിറ്റി നല്ല ടേസ്റ്റും ഉള്ളതായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്ത് ഓർഡർ ചെയ്ത് കഴിച്ചാലും എല്ലാത്തിനും നല്ല ടേസ്റ്റാണ്. നമ്മളൊരു 7 ഐറ്റംസാണ് വാങ്ങിച്ചത്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് 1072 രൂപയാണ് ആയത്, വിച്ച് ഐ തിങ്ക് ഈസ് വെരി റീസണബിൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നല്ല ആംബിയൻസ് ആണ്. നമ്മൾ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇരുന്ന് സംസാരിച്ച് നമുക്ക് ഫുഡ് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ആംബിയൻസ് അവിടെ ഉണ്ട്. ഫുഡൊക്കെ നല്ല ക്വാളിറ്റി ഫുഡാണ് നമ്മൾ കഴിച്ചപ്പോൾ നമുക്ക് തോന്നിയത്. വളരെ ടേസ്റ്റുള്ള ഫുഡാണ്. സോ ഒരു ഐസ്ക്രീം സ്നേഹിക്ക് ഒരു ഈവനിങ് ടൈം പാസിനായിട്ട് ഈ നമ്മുടെ പോൾസ് ക്രീമറി വളരെ നല്ലൊരു ഓപ്ഷനാണ്. ട്രൈ ചെയ്ത് നോക്കുക.